താലി ഭാഗം 14. രചന സംഭാഷണം രുദ്രപ്രിയ. കഴിഞ്ഞ ദിവസം മുറിഞ്ഞുപോയ സംസാരത്തിൻ്റെ ബാക്കി പത്രം തേടുകയായിരുന്നു നാദിയും നിമ്മിയും. വാമദേവൻ സാർ പോയിട്രി ക്ലാസ് തകൃതിയായി എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ബാക്ക് ബെഞ്ചിൽ സംസാരം. എടി, നിന്നോടൊരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. നാദി സംസാരത്തിന് തുടക്കമിട്ടു. നീയും പി ജിയിലെ റാമും തമ്മിൽ സംസാരിച്ചപ്പോൾ അയാൾക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ നീ അയാളെ സഹോദരനെ പോലെയാണ് കാണുന്നതെന്ന് പറഞ്ഞ് ഒഴിവായി. പക്ഷെ ഞങ്ങളോട് കാര്യം നീ സംസാരിച്ചപ്പോൾ നിനക്കിഷ്ടമുള്ള വേറൊരാളെക്കുറിച്ച് പറഞ്ഞു. അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഹരിയേട്ടൻ വന്നത്. അന്ന് മോള് വിട്ടുപോയ ആ പേര് ഇപ്പോൾ പൂരിപ്പിച്ചേ. നാദിയും നിമ്മിയും അമ്മുവിൻ്റെ വായിൽ നിന്ന് വീഴുന്നത് കേൾക്കാനായി കാത്ത് അവളുടെ മുഖത്തേക്ക് തന്നെ നോട്ടമിട്ടിരുന്നു. എന്നാൽ രണ്ടുപേരുടെയും പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് ഒരു ഡസ്റ്റർ അവരുടെ മുഖത്തേക്ക് വന്നു വീണു. നോക്കുമ്പോൾ ദുർവാസാവിനെ പോലെ കലിതുള്ളി നിൽക്കുന്നു വാമദേവൻ സാർ. എൻ്റെ ക്ലാസ്സിലിരിക്കാൻ താല്പര്യമില്ലാത്തവർ ഇറങ്ങിപ്പോക്കോളണം. ബാക്കി സ്റ്റുഡൻസിന് കൂടി ബുദ്ധിമുട്ടുണ്ടാക്കരുത്. രാവിലെ ഒരുങ്ങിക്കെട്ടി ഇങ്ങ് പോന്നേക്കും. 3 പേരോടും ഗെറ്റോട് പറഞ്ഞ് സാർ ക്ലാസ് കണ്ടിന്യൂ ചെയ്തു. ശോ, അവളുമാർ സ്കൂട്ടായി. ഇനിയിപ്പോൾ ഇയാളുടെ വധം സഹിച്ച് ഇവിടെ ഇരിക്കേണ്ടി വരും. സ്റ്റീഫനും വിഷ്ണുവും നിരാശയോടുകൂടി പറഞ്ഞു. നിനക്കൊക്കെ ഇത് എന്തിൻ്റെ സൂക്കേടായിരുന്നു? മര്യാദയ്ക്ക് ക്ലാസ്സിലിരിക്കാൻ വയ്യ. നീയൊക്കെ കാരണം ഞാനും കൂടി ഇപ്പോൾ പുറത്തായി. അമ്മു 2 പേരോടുമായി ദേഷ്യത്തിൽ പറഞ്ഞു. ഓ, ഇപ്പോൾ കാര്യങ്ങളെല്ലാം അങ്ങനെയായോ? ഒഴിഞ്ഞു മാറാൻ നീ ശ്രമിക്കണ്ട അമ്മു, നടക്കില്ല. അന്ന് നീ പറഞ്ഞത് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്, നിനക്കൊരാളെ ഇഷ്ടമാണെന്ന്. പക്ഷെ ആ പേര് പറയും മുമ്പ് ഹരിയേട്ടൻ വന്നു. സത്യം പറയാമോ, നിനക്ക് ആരോടാ ഇഷ്ടം? റാമിനോടല്ലേ? അമ്മു ഒന്നും മിണ്ടാതെ ഇരുന്നു. നിനക്ക് പറയാൻ ഇഷ്ടമില്ലെങ്കിൽ ഞങ്ങൾ ഇനി ചോദിക്കുന്നില്ല. വാ നാദി, നമുക്ക് ക്യാൻറ്റീനിൽ പോകാം. നാദിയും നിമ്മിയും പിണങ്ങിയെന്ന് കണ്ടപ്പോൾ അവൾക്ക് വിഷമമായി. നാദി, നിമ്മി. 2 പേരും അവളെ തിരിഞ്ഞു നോക്കി. അവളുടെ അടുത്തേക്ക് വന്ന് ഇരിപ്പുറപ്പിച്ചു. നിങ്ങളോട് പറയാൻ വയ്യാഞ്ഞിട്ടല്ല, എൻ്റെ മനസ്സിൽ ഒരാളോട് ചെറിയൊരു ഇഷ്ടം തോന്നുന്നു. ആരാടി അയാൾ? നമ്മുടെ കോളേജിലുള്ള ആരെങ്കിലുമാണോ? നാദിക്ക് ആകാംക്ഷ സഹിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ നാദി, നീ ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? അവൾ പറയട്ടെ. അത് പിന്നെ, നമ്മൾ സിനിമയ്ക്ക് പോകാൻ നേരം ഒരു ബൈക്കിന് മുന്നിൽ വട്ടം ചാടിയില്ലേ? എന്ന് സിനിമയ്ക്ക് പോകാൻ നേരം? എൻ്റെ പൊന്നു കൊച്ചേ, നീ ഇങ്ങനെ വലിച്ചിഴയ്ക്കാതെ ഒറ്റ ശ്വാസത്തിൽ കാര്യം പറ. അത് ഞാൻ ട്യൂഷന് പോകുന്നിടത്തെ ആ സാറുണ്ടല്ലോ, ദത്തൻ. അത് പറയുമ്പോൾ അവളുടെ വിടർന്ന കണ്ണുകൾ തിളങ്ങി, കവിളിൽ ചുവപ്പ് രാശി വീണു. ആഹാ, അയാളാണോ? ഡി, നീ ഇത് അയാളോട് പറഞ്ഞോ? നിമ്മിയാണ് ചോദിച്ചത്. അതുവരെ വിടർന്നിരുന്ന കണ്ണുകളിൽ വിഷാദം തളം കെട്ടി. ഇല്ല, ഇതുവരെ പറഞ്ഞില്ല. അയാൾക്ക് എന്നെ കാണുന്നതേ ഇഷ്ടമല്ല. ക്ലാസ്സിൽ എന്നെ എപ്പോഴും വഴക്ക് പറയും. ഷോ, ഇവളിത് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയാണല്ലോ. ഒരുത്തൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ് പുറകെ നടക്കുമ്പോൾ അവൾ ഒടുക്കത്തെ ഡിമാൻഡ്. ഇനി ഇഷ്ടമുള്ള ഒരുത്തനാണെങ്കിലോ തിരിഞ്ഞു പോലും നോക്കുന്നുമില്ല. 3 പേരും കൂടി താടയ്ക്ക് കൈയും കൊടുത്ത് ആലോചനയോടുകൂടി ഇരുന്നു. ആഹാ, ക്ലാസ്സിൽ നിന്ന് ഗെറ്റ് ഔട്ട് അടിച്ചെങ്കിൽ എന്ത്? 3 എണ്ണത്തിൻ്റെയും ഭാവം കണ്ടില്ലേ? എന്താടി എല്ലാത്തിൻ്റെയും മുഖം ഇങ്ങനെ ഇരിക്കുന്നേ? എന്തോ പോയ എന്തിനെയോ പോലെ. സ്റ്റീഫൻ്റെ പറച്ചിൽ കേട്ട് മുഖമുയർത്തി നോക്കുമ്പോൾ വിഷ്ണുവും സ്റ്റീഫനുമാണ് മുന്നിൽ നിൽക്കുന്നത്. അല്ല, എന്താ വലിയ ആലോചനയിലാണല്ലോ? ഞങ്ങളോടും കൂടി പറ, ബാക്കി ഞങ്ങൾ ആലോചിക്കാം. കാര്യങ്ങളൊക്കെ സ്റ്റീഫനോടും വിഷ്ണുവിനോടും പറഞ്ഞത് നിമ്മിയായിരുന്നു. എന്നാലും എൻ്റെ അമ്മൂ, നീ ആള് കൊള്ളാമല്ലോ. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട്. നമ്മൾ കാത്തിരിക്കണം. ദത്തൻ്റെ കാര്യത്തിലും സമയമുണ്ട്. നീ കാത്തിരുന്നാൽ മതി. അമ്പുട്ടന് പോളിയോ വാക്സിൻ എടുക്കേണ്ട ദിവസമായിരുന്നതുകൊണ്ട് ദേവൻ ഹാഫ് ഡേ ലീവ് എടുത്തു. കുഞ്ഞിനെയും ദേവിയെയും കൊണ്ട് രാവിലെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ അമ്പുട്ടൻ കരച്ചിലായിരുന്നു. ഉച്ചയൊക്കെ ആയപ്പോൾ ചെറുതായി പനിക്കാനും തുടങ്ങി. അവൻ്റെ കരച്ചിലും നിർബന്ധവും കണ്ടപ്പോൾ ദേവിക്ക് ഇന്നിനി ഒന്നിനും സമയമുണ്ടാവില്ലെന്ന് ദേവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഹാഫ് ഡേ ലീവ് മാറ്റി അന്ന് മുഴുവനും ലീവാക്കി. അടുത്ത മാസമാണ് അമ്പുട്ടൻ്റെ 1ാം പിറന്നാൾ. ചെറുക്കൻ ഇപ്പോൾ പതിയെ തപ്പിപ്പിടിച്ച് നടക്കാൻ തുടങ്ങി. ദേവൻ കുഞ്ഞിലെ നേരത്തെ നടന്നുവെന്ന് അമ്മ പറയുന്നത് കേൾക്കാം. അതാണ് അമ്പുട്ടന് കിട്ടിയിരിക്കുന്നത്. ദേവേട്ടനോടൊപ്പം ബൈക്കിലിരിക്കാൻ ചെറുക്കന് വലിയ ഉത്സാഹമാണ്. അതുകൊണ്ട് ഹരിയാണ് ബേബി ക്യാരിയിങ് ബാഗ് വാങ്ങിക്കൊണ്ടുവന്നത്. അതുകൊണ്ടിപ്പോൾ ഹരി പുറത്തു പോകുമ്പോഴും ദേവൻ പുറത്തു പോകുമ്പോഴും അമ്പുട്ടൻ ഒരേ കരച്ചിലാണ്. അവർക്കൊപ്പം പുറത്തു പോകുന്നതിനായി. ഹരിയോ ദേവനോ ഓഫീസിൽ നിന്നും വന്നു കഴിഞ്ഞാൽ ബൈക്കിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ പിച്ച ഓടിയെത്തും.
അവനെയും കൊണ്ട് 2 റൗണ്ട് പുറത്തു പോയാൽ മാത്രമേ അവന് വീട്ടിൽ കയറാൻ പറ്റൂ. ആവശ്യമില്ലാത്ത ഓരോരോ ശീലങ്ങളും കൊച്ചിനെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഭവാനിയമ്മയുടെ സ്ഥിരം പല്ലവിയായി മാറിയിട്ടുണ്ട് ഇതിപ്പോൾ. കുഞ്ഞിൻ്റെ കരച്ചിൽ മാറ്റുവാനായി ദേവൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഉമ്മറത്തേക്ക് വരുമ്പോൾ ഭവാനിയമ്മ വഴക്ക് പറഞ്ഞു. ഇഞ്ചക്ഷൻ എടുത്തതല്ലേ അമ്മേ, അവൻ അതിൻ്റെ അസ്വസ്ഥത കാണും. അവൻ ഈ രീതിയിലൊക്കെ അല്ലേ പ്രകടിപ്പിക്കുന്നത്. ഞാൻ എന്തായാലും 5 മിനിറ്റ് അവനെയും കൊണ്ട് പുറത്തു പോയിട്ട് വരാം. ഭവാനിയമ്മ പിന്നെ ഒന്നും പറയാൻ നിന്നില്ല. കാരണം അന്നത്തെ ആ സംഭവത്തിന് ശേഷം അവർ ഇപ്പോൾ വലിയ രീതിയിൽ കൊമ്പ് കോർക്കാറില്ല. ദേവിയുമായി ഒട്ടും കുറവുമില്ല താനും. ഇന്ന് ട്യൂട്ടോറിയലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് മാഷിനോട് കാര്യം എന്തായാലും പറഞ്ഞേ പറ്റൂ എന്ന് തീരുമാനിച്ചാണ് അമ്മു രാവിലെ കോളേജിലേക്ക് പോയത്. അതിനുള്ള പ്ലാനുകളെല്ലാം വാലുകളെല്ലാം കൂടി റെഡിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദത്തൻ്റെ ക്ലാസ് തകൃതിയായി നടക്കുവാണ്. പക്ഷെ അമ്മുവിനൊന്നും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. അവൾ മനസ്സിനെ പറക്കാൻ വിട്ട് ക്ലാസ്സിനിടയ്ക്ക് പലതവണ ദത്തൻ്റെ കണ്ണുകൾ അമ്മുവിലുടക്കി. അവളുടെ നിസ്സംഗഭാവം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ആളിവിടെ ഒന്നുമല്ലെന്ന്. അതുകൊണ്ട് തന്നെ ദത്തൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാഠഭാഗത്തു നിന്നും നിസ്സാരമായ ചോദ്യം ചോദിച്ചു. എന്നാൽ മായാലോകത്ത് സ്വപ്നം കണ്ടിരുന്ന അമ്മു അത് കേട്ടതായി പോലും ഭാവിച്ചില്ല. എഴുന്നേറ്റ് ദത്തൻ്റെ മുഖത്ത് നോക്കി ബ്ലിങ്കസിയ എന്ന് നിൽക്കുന്ന അമ്മുവിനെ കണ്ടപ്പോൾ അവന് ദേഷ്യം അരിച്ചു കയറി. പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി എന്തിനാണ് ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരുന്നത്? താനിതെന്താ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്? അതൊന്നുമില്ല. ഇറങ്ങിപ്പോകുന്നുണ്ടോ ക്ലാസ്സിൽ നിന്നും? അവൻ്റെ മുഖത്തെ ദേഷ്യം കണ്ടപ്പോൾ അമ്മു പേടിച്ചു പോയി. അവൾ വേഗം ബാഗും എടുത്തുകൊണ്ട് ക്ലാസ്സിൽ നിന്നും പുറത്തേക്കിറങ്ങി. പിന്നെയും ക്ലാസ് തീരുവാൻ ഏകദേശം 1/2 മണിക്കൂർ കൂടി ഉണ്ടായിരുന്നു. അമ്മു ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയതും ക്ലാസ് വീണ്ടും ആരംഭിച്ചു. ഈ കുട്ടി എന്താ ഇങ്ങനെ? ഹരിയെ വിളിച്ചൊന്ന് സംസാരിക്കണം. ഹരി ട്യൂട്ടോറിയൽ എത്തുമ്പോൾ പതിവില്ലാതെ അമ്മു പുറത്ത് നിൽക്കുന്നു. ഹരി ബൈക്കിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങും മുമ്പ് തന്നെ ഹരി ട്യൂട്ടോറിയൽ എത്തുമ്പോൾ പതിവില്ലാതെ അമ്മു പുറത്ത് നിൽക്കുന്നു. ഹരി ബൈക്കിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതും അമ്മു അവൻ്റെ അടുത്തേക്ക് ചെന്ന് ബൈക്കിൽ കയറിയിരുന്നു. ഇന്നെന്താ ക്ലാസ് നേരത്തെ കഴിഞ്ഞോ? നീ എന്താ പുറത്തേ ഇറങ്ങി നിന്നത്? ഹരി ചോദ്യങ്ങൾ ഓരോന്നും ചോദിക്കുമ്പോഴും അവൾ മൗനമായി തന്നെ ഇരുന്നു. ഹരി ബൈക്ക് സൈഡാക്കി. അമ്മു നീ ഇറങ്ങ്. അവൾ അത് കേൾക്കാത്തതുപോലെ ഇരുന്നു. അമ്മു നിന്നോടാ പറഞ്ഞത് ഇറങ്ങാൻ. ഹരി ശബ്ദമുറപ്പിച്ചപ്പോൾ അമ്മു ബൈക്കിൽ നിന്നിറങ്ങി. ഹരി അവളുമായി അടുത്ത് കണ്ട സിമൻറ്റ് ബെഞ്ചിലിരുന്നു. എന്താ ഏട്ടൻ്റെ അമ്മൂട്ടിക്ക് ആകെ ഒരു ഡെസ്പാണല്ലോ, എന്താടാ കാര്യം? ഏട്ടാ, എന്നെ ദത്തമാഷ് ക്ലാസ്സിൽ നിന്നും പുറത്താക്കി. അതിപ്പോൾ പുതിയ സംഭവം അല്ലല്ലോ. അമ്മൂട്ടിക്ക് ഇതൊക്കെ ശീലമില്ലേ? അതല്ല ഏട്ടാ, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ക്ലാസ് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അതെന്താ പെട്ടെന്ന് അങ്ങനെ ഒരു കുഴപ്പം നിനക്ക്? അതെനിക്കൊരിഷ്ടം. ആരോട്? നിനക്കെപ്പോഴാ മോളെ വിക്ക് തുടങ്ങിയത്? ഹരിയുടെ കണ്ണ് തള്ളി. ഞാൻ സീരിയസ് ആണ്. അമ്മൂട്ടിയെ ഹരിയേട്ട ഉപദേശിക്കേണ്ട കാര്യമില്ല. നീ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള കുട്ടിയാണ്. നിന്റെ ഈ പ്രായത്തിൽ ഇതൊക്കെ എല്ലാവർക്കും തോന്നും. പക്ഷെ അതൊന്നും നമ്മളെ മോശമായി ബാധിക്കാൻ പാടില്ല. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് മാഷിനെ ഇഷ്ടമാണ് ഏട്ടാ. ആരെ? ഹരിയുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി വന്നു. ദത്തനെയോ? എടി, അവൻ ക്ലാസ്സിൽ സിംഹമാണെങ്കിൽ വീട്ടിൽ പൂച്ചയാണ്. നമ്മുടെ അമ്മയേക്കാൾ അമിട്ടാണ് അവൻ്റെ അമ്മ. അതിന് ഞാൻ അമ്മയെ അല്ലല്ലോ മകനെയല്ലേ കെട്ടുന്നേ. എന്നിട്ട് അവനതറിയാമോ? ഇല്ല, ഞാൻ പറഞ്ഞില്ല. എനിക്ക് പേടിയാണ്. ബെസ്റ്റ്. ഇന്ന് എന്നെ സ്വപ്നം കണ്ടിരിക്കുന്നെന്ന് പറഞ്ഞ് ക്ലാസ്സിൽ നിന്നും പുറത്താക്കി. അയാൾക്ക് എന്നെ കണ്ടുകൂടാ. ഇതിലിപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഏട്ടൻ്റെ ഫ്രണ്ടല്ലേ, ഒന്ന് പറഞ്ഞ് സെറ്റാക്കി തരുമോ? എഴുന്നേറ്റ് നിന്ന് ഒരാട്ടായിരുന്നു ഹരി. പിന്നെ നിന്റെ പ്രേമത്തിന് കൊടിപിടിക്കലല്ലേ എൻ്റെ ജോലി. എണീറ്റ് വാടി. അവളുടെ ഒരു ഉണക്ക പ്രേമം. മുളച്ചു 3 ഇല വന്നില്ല അപ്പോഴാണ്. വന്ന വണ്ടിയിൽ കയറടി. ഇനി വീട്ടിൽ എന്തൊക്കെ പുകിലാണോ എന്തോ. ഹരിയുടെ പിന്നിലിരിക്കുമ്പോൾ അമ്മുവിൻ്റെ മുഖം വീർത്തിരുന്നു. ഗ്ലാസ്സിലൂടെ അവളുടെ മുഖം കാണുമ്പോൾ ഹരിക്ക് ചിരി വന്നു. എന്നാൽ ഉള്ളിൽ സന്തോഷമായിരുന്നു. തൻ്റെ അമ്മുവിന് ഏറ്റവും ചേരുന്ന ആളാണ് ദത്തൻ. അമ്പൂട്ടനെയും ഇടുപ്പിൽ വെച്ച് മുറ്റത്ത് നിന്ന് തുളസി പൊട്ടിച്ചു ഇറക്കുകയാണ് ദേവിയേട്ടത്തി. ഹരിയുടെ ബൈക്ക് കണ്ടതും അമ്പൂട്ടൻ വാ തുറന്ന് ചിരിക്കാനും ദേവിയുടെ ഇടുപ്പിലിരുന്ന് ചന്തിയിട്ടിളക്കാനും തുടങ്ങി. അമ്മു വീർപ്പിച്ച മുഖവുമായി ഇറങ്ങി. ഇതെന്താ ഹരി, അമ്മൂട്ടിയുടെ മുഖം വല്ലാതിരിക്കുന്നത്? 2 പേരും വഴക്കുണ്ടാക്കിയോ? ഇല്ല ഏട്ടത്തി, വഴക്കൊന്നുമില്ല. കുട്ടി നല്ല പഠിക്കുന്നതായതുകൊണ്ട് സാറ് ക്ലാസ്സിൽ നിന്നും ഗെറ്റ് ഔട്ട് അടിച്ചു. അമ്മു അമ്പൂട്ടനെ എടുക്കാനായി കൈ നീട്ടിയതും ചെക്കൻ ദേവിയുടെ മേലേക്ക് ചാഞ്ഞു കിടന്ന് ഹരിയെ നോക്കി. പോടാ ചക്ക.
ഇനി നിന്നെ എൻ്റെ മുറിയുടെ ഭാഗത്തെങ്ങാനും കണ്ടാൽ നോക്കിക്കോ. ഹരി അമ്പൂട്ടനെ എടുത്ത് ബൈക്കിലിരുത്തി പുറത്തേക്ക് പോയി. ചെക്കൻ ദേവിക്ക് ടാറ്റ കാണിച്ചു. അമ്മു ഫ്രഷായി അടുക്കളയിൽ ചെല്ലുമ്പോൾ ദേവി കഴിക്കാൻ അടയും ചായയും എടുത്തു വച്ചു. പാതകത്തിലിരുന്ന് അവളത് ആസ്വദിച്ചു കഴിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അമ്മയും ഏട്ടനും കാണാതെ ഒരു സിഗരറ്റിന് തീ പിടിപ്പിച്ചു. കിണറ്റിൻ്റെ കരയിൽ പോയിരുന്നുള്ള ഈ അഭ്യാസം അമ്മുവിനും ദേവിക്കും മാത്രമേ അറിയൂ. ഫോൺ ബെല്ലടിക്കുന്നത് കേട്ട് ഞെട്ടിപ്പോയി. വേഗം മൊബൈൽ സൈലൻ്റ് ആക്കി നോക്കുമ്പോൾ ദത്തനാണ്. ആൻസർ ബട്ടൺ അമർത്തി ചെവിയിൽ വെച്ചു. ഹലോ ഹരി, പറയടാ. തീവണ്ടിയാണോടാ? ആ, ഞാൻ നിന്നെ വിളിച്ചത് അനാമിക, ആ കുട്ടി ക്ലാസ്സിൽ ഭയങ്കര ഗ്ലൂമിയാണ്. നീ പറഞ്ഞത് ആളൊരു വായാടിയാണെന്നല്ലേ? പക്ഷെ ഞാൻ നോക്കിയിട്ട് ആൾ വളരെ സൈലൻ്റാണ്. ആ കുട്ടിക്ക് കാര്യമായി എന്തോ പ്രശ്നമുണ്ട്. നീയൊന്ന് സംസാരിക്കുക. ദത്തൻ പറയുമ്പോൾ ഹരി ഇടയ്ക്ക് കയറി. ഡാ, അവൾക്കൊരു പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ആ കുട്ടിക്ക് എന്തോ കാര്യമായ പ്രശ്നമുണ്ടെന്ന്. നീ എന്തായാലും എന്താണെന്നൊന്ന് ചോദിച്ച് മനസ്സിലാക്ക്. ആ കുട്ടിയുടെ പഠനത്തെ അല്ലെങ്കിൽ അത് ബാധിക്കും. എന്നോടവൾ കാര്യം പറഞ്ഞു. അവളുടെ പ്രശ്നം നീയാണ്. ഞാനോ? ദത്തൻ വായും പൊളിച്ചു നിന്നു.